രാജസ്ഥാനിലെ മലയാളി ക്രൈസ്തവ യുവാവിന്റെ 6ാമത്തെ കുഞ്ഞിന്റെ ജനനവേളയിൽ ദൈവം ഇറങ്ങി വന്ന് സഹായിച്ച കഥ. ദൈവകൃപയുടെ നീരൊഴുക്കുകൾ അനുഭവിച്ചറിഞ്ഞ രാജസ്ഥാനിലെ ഒരു ക്രൈസ്തവ കുടുംബത്തിന്റെ കഥയാണിത്. നമ്മുടെ നാട്ടിൽ ഒരു പ്രസവത്തിന് ലക്ഷങ്ങൾ വരെ ചാർജ് ഈടാക്കുന്ന ആശുപത്രികളുണ്ടല്ലോ. എന്നാൽ ഇവിടെ പറയുന്ന പ്രസവത്തിന് ചിലവായത് വെറും 4000 രൂപയിൽ താഴെ. ഭാര്യ പ്രസവവേദനയാൽ പുളയുമ്പോൾ ആ രാത്രി തന്നെ ഭാര്യയ്ക്കും 5 പിഞ്ചു കുഞ്ഞുങ്ങൾക്കുമൊപ്പം ആശുപത്രിയിലേക്ക് പോയ കുടുംബനാഥൻ നവജാത ശിശുവുമായി പുലർച്ചയ്ക്ക് മുൻപ് വീട്ടിലെത്തിയപ്പോൾ ഞെട്ടിയത് അതുവരെ ഉറക്കത്തിലായിരുന്ന കുഞ്ഞുങ്ങളാണ്. ഉറങ്ങിപ്പോയ 2 മണിക്കൂറിനിടയിൽ എപ്പോഴാണ് കുഞ്ഞുവാവ അവർക്കൊപ്പം വന്നതെന്ന് ഓർത്തായിരുന്നു അവരുടെ അമ്പരപ്പ്. മലയാളിയായ ബ്രിജേഷൻ ജോസഫ് അത്ഭുതകരമായ ദൈവപരിപാലന നേരിട്ട് അനുഭവിച്ച സംഭവങ്ങൾ വിവരിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലൂടെ. കർണാടകയിലെ ബെൽത്തങ്ങാടി രൂപതയിലെ ബജഗോളി ഇടവകാംഗമാണ് ഞാൻ. ഭാര്യ ലീജ. ഇപ്പോൾ രാജസ്ഥാനിലെ അൽവർ ജില്ലയിലാണ് ഞങ്ങളുടെ താമസം. ശംഷാബാദ് രൂപതയുടെ കീഴിലുള്ള ഇറ്റാവ റീജിയൻ സെയിന്റ് ജോൺ പോൾ മിഷൻ ഇടവക. 4 പെൺമക്കളും 2 ആൺമക്കളുമായി 6 മക്കൾ. 2 കുഞ്ഞുങ്ങൾ ഗർഭാവസ്ഥയിൽ തന്നെ സ്വർഗത്തിലേക്ക് മടങ്ങിയിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ മുതൽ ഉണ്ണീശോയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഞങ്ങൾ. അതോടൊപ്പം ലീജയും ഉദരത്തിലെ കുഞ്ഞിനെ സ്വീകരിക്കാൻ മാനസികമായി ഒരുങ്ങിക്കൊണ്ടിരുന്നു. 2022 ജനുവരി 1 രാവിലെ പ്രസവവേദനയുടെ ലക്ഷണങ്ങൾ ലീജയ്ക്ക് മനസ്സിലായി. രാത്രിയായതോടെ വേദന കൂടി വന്നു. വീടിന് പുറത്ത് 7 ഡിഗ്രി തണുപ്പ്. കുഞ്ഞുങ്ങളെയെല്ലാം ഞങ്ങൾ വാഹനത്തിലേക്ക് കയറ്റി. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. 22 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മക്കളെല്ലാം ഉറങ്ങിപ്പോയിരുന്നു. കഴിഞ്ഞ 2 തവണയും രാജസ്ഥാനിൽ വെച്ച് പ്രസവത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കുട്ടികളെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ 1-2 കുടുംബങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അതുണ്ടായില്ല. അതിന്റെ ഒരു ആശങ്കയായിരുന്നു എനിക്ക്. അതിനാൽ കുട്ടികളെ ആശുപത്രി മുറ്റത്ത് വാഹനത്തിൽ ഉറക്കി കിടത്തി പരിശുദ്ധ അമ്മയെയും കാവൽ മാലാഖമാരെയും കാവലേൽപ്പിച്ച് ഞാനും ഭാര്യയും ആശുപത്രിയിലേക്ക് നടന്നു കയറി. അർദ്ധരാത്രി സമയം. ലീജയുടെ ഉറക്കിയുള്ള കരച്ചിൽ കേട്ട് നെഞ്ചുകേറി ലേബർ റൂമിന്റെ മുൻപിലുള്ള മാതാവിന്റെ രൂപക്കൂട്ടിന് മുൻപിൽ ഞാൻ മുട്ടുകുത്തി. ഏശയ്യ 66:8-9 വചനം ആവർത്തിച്ചു പ്രാർത്ഥിച്ചു. അതിനിടയിൽ കുഞ്ഞിന്റെ കരച്ചിൽ മുഴങ്ങിയപ്പോൾ എനിക്കുണ്ടായ ആനന്ദവും ആശ്വാസവും പങ്കുവയ്ക്കാൻ വാക്കുകളില്ല. ലേബർ റൂമിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ പുറത്തെ രൂപക്കൂടിന് മുൻപിൽ മാതാവിന്റെ കരങ്ങളിലേക്ക് ഉണ്ണീശോയോടൊപ്പം കുഞ്ഞിനെ സമർപ്പിക്കുന്ന ചടങ്ങുണ്ട്. ഇത്തവണയും സിസ്റ്റർ ലിസിയ PSA അത് ഭംഗിയായി നിർവഹിച്ചു. സിസ്റ്റർ ലിസിയ ഇവിടുത്തെ മിഡ്വൈഫ് ഇൻചാർജാണ്. വാവ ഉണ്ടായി 2 മണിക്കൂർ തികയും മുൻപ് ഞങ്ങൾക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ താമസം. ആദ്യം ലീജയെയും വാവയെയും അവിടെ എത്തിച്ചു. പിന്നെ കുട്ടികളെ ഓരോരുത്തരെയായി മുകളിലേക്ക് എടുത്തുകൊണ്ടുവന്നു. മൊബൈലിന്റെ അരണ്ട വെളിച്ചത്തിൽ തങ്ങളുടെ കുഞ്ഞനുജനെ കുഞ്ഞുങ്ങൾ ആദ്യമായി കണ്ടു. ഉറങ്ങി ഉണർന്നപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ കുഞ്ഞുവാവയെ കണ്ട സന്തോഷത്തിലായിരുന്നു അവർ. അത്ഭുതങ്ങൾ അവിടം കൊണ്ട് തീർന്നില്ല. മഹാത്ഭുതം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ തീരുമാനിച്ചതാണ് 2-ാം തീയതി വീട്ടിൽ നടത്താനിരുന്ന വിശുദ്ധ കുർബാന. കുഞ്ഞു ജനിച്ച സാഹചര്യത്തിൽ വിശുദ്ധ ബലി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം എന്ന് ഞാൻ ആലോചിച്ചെങ്കിലും നമുക്ക് മുൻകൂട്ടി തന്നെ വിശുദ്ധ ബലി അർപ്പിക്കാം എന്നായിരുന്നു വീട്ടിലെത്തിയ വൈദികരുടെ നിലപാട്. അങ്ങനെ കുഞ്ഞു ജനിച്ച അന്നു തന്നെ വീട്ടിൽ ദിവ്യബലി അർപ്പണവും നടന്നു. അപൂർവങ്ങളിൽ അപൂർവം എന്നു മാത്രം പറയാൻ സാധിക്കുന്ന രീതിയിൽ. ബഹുമാനപ്പെട്ട വൈദികർ ഇവിടെ എത്തുന്നത് 150-ലധികം കിലോമീറ്റർ യാത്ര ചെയ്താണ്. ഫാദർ പോൾ,
ഫാദർ വിൻസെന്റ്, പ്രത്യേകിച്ച് 2-ാം തീയതി വീട്ടിലെത്തിയ ഫാദർ റോൺസി, ഇവരുടെ പ്രേക്ഷിത തീഷ്ണതയ്ക്ക് ദൈവത്തിന് നന്ദി. ഇതിനിടയിൽ അനുബന്ധമായി ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. 4-ാമത്തെ കുഞ്ഞ് ഉദരത്തിലായിരിക്കുന്ന സമയത്താണ് അടുത്ത ഡെലിവറി ഏതെങ്കിലും കന്യാസ്ത്രീകൾ നടത്തുന്ന ഹോസ്പിറ്റലിൽ ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചത്. അതിന് ഒരു പ്രധാന കാരണം 4-ാമത്തെ കുഞ്ഞ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അബോർഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹോസ്പിറ്റലുകളുടെ നടപടിയോർത്താണ്. എല്ലാ തവണയും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവരിൽ നിന്നും കേട്ടിട്ടുമുണ്ട്. അല്ലെങ്കിൽ പ്രസവം നിർത്തുന്നതിനെ കുറിച്ചുള്ള ക്ലാസുകളാകാം കേൾക്കേണ്ടി വരുന്നത്. വിവാഹിതരാകുന്ന സമയത്ത് എത്ര കുട്ടികൾ വേണം എന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിരുന്നില്ല. എന്നാൽ പ്രസവം നിർത്തില്ല എന്നൊരു പ്രതിജ്ഞയും, അതുപോലെ ഒരിക്കലും അബോർഷൻ ചെയ്യില്ല എന്നൊരു തീരുമാനവും ശക്തമായി ഞങ്ങൾ എടുത്തിരുന്നു. ഗൈനക്കോളജിക്കാരിയായ ഒരു സിസ്റ്റർ ഡോക്ടറെ മംഗലാപുരം കിനിക്കോളയിൽ ഞങ്ങൾ കണ്ടെത്തി. ആശ്വാസത്തോടെ അവിടെ അണയാം എന്ന് കരുതിയപ്പോഴാണ് 9-ാം മാസത്തിന്റെ തുടക്കത്തിൽ ആകസ്മികമായി രാജസ്ഥാനിലേക്ക് കുടുംബസമേതം പുറപ്പെടേണ്ടി വന്നത്. ജോലി സംബന്ധമായ ആവശ്യവും മിഷൻ പ്രവർത്തനത്തിനു വേണ്ടിയുള്ള ദാഹവുമായിരുന്നു ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് പിന്നിൽ. യാതൊരു മുൻപരിചയമുള്ള വ്യക്തികളോ സ്ഥലമോ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം നൽകിയ പ്രചോദനമനുസരിച്ച് ഞങ്ങൾ മുൻപോട്ടു പോയി. അങ്ങനെ കുടുംബസമേതം ഗർഭിണിയായ ഭാര്യയോടും 3 കുഞ്ഞുങ്ങളോടുമൊപ്പം ഓൺ റോഡ് 2300 കിലോമീറ്റർ യാത്ര ചെയ്താണ് 2017 രാജസ്ഥാനിലെത്തുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് 50-ലധികം വർഷങ്ങളായി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു മെറ്റേണിറ്റി ഹോം ഇവിടെ അടുത്തു തന്നെ ഉണ്ട് എന്നറിഞ്ഞത്. അവിടെ പക്ഷേ ഗൈനക്കോളജിസ്റ്റോ പീഡിയാട്രീഷ്യനോ ഉണ്ടായിരുന്നില്ല. മിഡ്വൈഫായ ഏതാനും സിസ്റ്റേഴ്സ് മാത്രം. ഇത്രത്തോളം പരിപാലിച്ച ദൈവം ഇനിയും മുൻപോട്ട് നയിക്കും എന്ന ഉറച്ച ബോധ്യത്തിലായിരുന്നു ഞങ്ങൾ. നേരത്തെ നടന്ന പ്രസവത്തെ അപേക്ഷിച്ച് വളരെ അനായാസകരവും അത്ഭുതകരവുമായിരുന്നു ഈ മെറ്റേണിറ്റി ഹോമിൽ ലിജ നടത്തിയ പ്രസവങ്ങൾ. 5-ാമത്തെയും 6-ാമത്തെയും ഡെലിവറി ഇതേ സ്ഥലത്തു തന്നെയായിരുന്നു. 6-ാമത്തെ കുഞ്ഞിന്റെ ജനനം വരെയും എല്ലാ മക്കളുടെയും ഗർഭകാലഘട്ടത്തിൽ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയാൽ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ ലിജ പ്രഗ്നന്റായ സമയത്ത് പ്രതികൂല സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായി പ്രാർത്ഥിക്കുവാൻ പോലും സാധിച്ചിരുന്നില്ല. പല ദിവസങ്ങളിലും അലച്ചിലും കഷ്ടപ്പാടും കൂടുതലായിരുന്നു. എല്ലാ പ്രാവശ്യവും 8-ാമത്തെയോ 9-ാമത്തെയോ മാസം ഞങ്ങൾ എവിടെയാണോ താമസിച്ചിരുന്നത് അവിടുത്തെ രൂപതാധ്യക്ഷന്റെ ശ്ലൈഹിക ആശീർവാദം സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ 2 തവണ ഫരീദാബാദ് ബിഷപ്പിന്റെയും 3ഉം 4ഉം ബെൽത്തങ്ങാടി ബിഷപ്പിന്റെയും 5ഉം 6ഉം ജയ്പൂർ ബിഷപ്പിന്റെയും പ്രാർത്ഥനയും ആശീർവാദവും ലഭിച്ചു. അതുകൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ പ്രസവവും നോർമൽ ഡെലിവറി ആയിരുന്നു. 1.5 ദിവസമാണ് ഡെലിവറിക്ക് ശേഷം പരമാവധി ആശുപത്രിയിൽ നിന്നിട്ടുള്ളത്. 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും ഡെലിവറിക്ക് ശേഷം അതേ ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീട്ടിലെത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. കുഞ്ഞുങ്ങളെയെല്ലാം ദൈവകൃപയാൽ പൂർണ്ണ ആരോഗ്യത്തോടെ മിടുക്കരായിരിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒരു പ്രസവത്തിന് എത്ര ദിവസം നമുക്ക് ആശുപത്രിയിൽ കിടക്കേണ്ടതായി വരും? എത്ര പണം ചിലവഴിക്കേണ്ടി വരും? എത്രമാത്രം മാനസിക പിരിമുറുക്കം അനുഭവിക്കേണ്ടി വരും? പ്രഭുദാസി സിസ്റ്റേഴ്സ് ഓഫ് അജ്മീർ നടത്തുന്ന ഹോളി ഫാമിലി മെറ്റേണിറ്റി ഹോമിൽ 4000 രൂപയിൽ താഴെയേ പ്രസവ ചിലവ് ആയിട്ടുള്ളൂ. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഇവിടെ കഴിയേണ്ടതായും വന്നുള്ളൂ. മെഡിക്കൽ സംവിധാനങ്ങളെ തള്ളിപ്പറയുകയല്ല, മറിച്ച് മെഡിക്കൽ സയൻസിന് മുകളിലാണ് ദൈവത്തിന്റെ സ്ഥാനമെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചത്. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളുടെ ഘോഷയാത്ര ഇനിയും ബ്രിജേഷിന്റെ ജീവിതത്തിൽ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു.